നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മധുശ്രീയെ കല്യാണം കഴിച്ചാലും അവൻ അത് തന്നെ സംഭവിക്കത്തുള്ളൂ. ഇതിപ്പോ കുറച്ച് നേരത്തെ ആയി പോയെന്നേ ഉള്ളൂ. അതിനുള്ള കാരണക്കാരി ഞാനാണെന്നുള്ളത് എനിക്ക് ചെറിയ സന്തോഷത്തിനുള്ള വകയല്ല. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അവൻ കുളത്തിലോ കായലിലോ നാളെ ചത്തു പൊന്തിയാലും റെയിൽവേ ട്രാക്കിൽ ചക്രം കയറി ചതഞ്ഞറിഞ്ഞാലും മധുശ്രീയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി നീര് പൊടിയില്ല. പക്ഷേ ചാകാതെ അവൻ തിരിച്ചു വന്നാലുണ്ടല്ലോ, കല്യാണ മാലയുമായി ഈ മധുശ്രീ പിന്നെ മടങ്ങി വരും. വന്നിടത്തേക്ക് തന്നെ അവനെ പറഞ്ഞു വിടും. അവന്റെ ശവം മാത്രമേ നിനക്ക് ഞാൻ വിട്ടു തരികയുള്ളടി. കെട്ടിപ്പിടിച്ച് മതിയാവളം പ്രേമിച്ചോ? എടി നിന്നെ എടി മോളെ, അമ്മ സത്യമ്മ, സത്യമേ, സത്യമേ, വിഷ്ണുടനെ കണ്ടോ സത്യമേ? ഇല്ല മോളെ, ഇവിടെ എങ്ങും ഇല്ല. അയ്യോ, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കും. ഞാനിതെങ്ങനെ സഹിക്കും സത്യമേ? വിഷ്ണുടനൊപ്പം ഒരു ജീവിതം എത്ര കൊതിച്ചതാ ഞാൻ. മോളെ, അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിച്ചില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും സത്യമേ? വിഷ്ണുവേട്ടൻ കല്യാണത്തിന് തയ്യാറായി വന്നിരുന്നതല്ലേ? ഡ്രസ് മാറാൻ പോയപ്പോഴും കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അതിനുശേഷമല്ലേ ഇവള് വന്നത്. ഇവളെ കണ്ട് വിഷ്ണുവേട്ടന്റെ മനസ്സ് തകർന്നു പോയിട്ടുണ്ടാവും സത്യമേ. എന്നെ കല്യാണം കഴിച്ച കളക്ടറുടെ അധികാരം ഉപയോഗിച്ച് വിഷ്ണുവേട്ടനെ കള്ളക്കേസിൽ കൊടുക്കുമെന്നും ദ്രോഹിക്കുമെന്നൊക്കെ കരുതിയിട്ടുണ്ടാവും ആ പാവം. ഇവളിനി ഒരിക്കലും സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് കരുതി വിഷ്ണുവേട്ടൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയോന്ന സത്യം എന്റെ പേടി. മോളൊന്ന് സമാധാനപ്പെട്, ഒന്നും ഉണ്ടാവില്ല. എനിക്ക് വിഷ്ണുവേട്ടനെ കല്യാണം കഴിക്കണമെന്നില്ല സത്യമേ. വിഷ്ണുവേട്ടനെ വേണമെങ്കിൽ അവള് തന്നെ എടുത്തോട്ടെ. ആ പാവം മനുഷ്യൻ എവിടെയെങ്കിലും സമാധാനമായി ജീവിക്കുന്നെന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. ലോകത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് അതറിഞ്ഞ് സന്തോഷിച്ചോളാം ഞാൻ. അത്രയ്ക്കും സ്നേഹിച്ചു പോയതുകൊണ്ട്. മോളെ, നീ എന്റെ വിഷ്ണുവിന്റെ പെണ്ണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആ സ്ഥാനത്തേക്ക് നീ മറ്റൊരാളില്ല. ഇത് ഭഗവാന്റെ തിരുനടയിൽ നിന്റെ അച്ഛനമ്മമാരെ സാക്ഷി നിർത്തി സത്യഭാമ തരുന്ന വാക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.